ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് ആനിമൽ കിങ്ഡത്തിന്റെ രണ്ടാമത്തെ സെഷനാണ് കേട്ടോ. ഈ സെഷനിൽ നമ്മൾ ഓരോ ഫൈലത്തിന്റെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു കുറേ ബേസിക് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അനുസരിച്ച് ആനിമൽ കിങ്ഡത്തിന്റെ പല ഫൈലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ഈ സെഷൻ മുതൽ നമുക്ക് ഓരോരോ ഫൈലത്തിനെ ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഫൈലം എന്ന് പറയുന്ന പൊറിഫെറയാണ് കേട്ടോ. ഫൈലം പൊറിഫെറയിലെ മെമ്പേഴ്സിന് നമ്മൾ കോമൺലി പറയുന്ന പേര് സ്പോഞ്ചസ് എന്നാണ്. അത് ജനറലി മറൈൻ ഹാബിറ്റാറ്റിൽ കാണുന്നതാണ്. എസിമെട്രിക് ആനിമൽസ് ആണ്. മോസ്റ്റ്ലി ദേ ആർ എസിമെട്രിക് ആനിമൽസ്. ഓക്കെ, അവരുടെ ബോഡി രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഏത് പ്ലെയിനിൽ കൂടെ ഡിവൈഡ് ചെയ്താലും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് എസിമെട്രിക്കൽ ബോഡി ഓർഗനൈസേഷൻ ആണ് അവർക്കുള്ളത്. അതിന്റെ 3 ഡയഗ്രാംസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ സൈക്കോൺ എന്ന സ്പോഞ്ച്. സെക്കൻഡ് വൺ ഇറ്റ് ഈസ് യൂസ്പോഞ്ചിയ. അതേപോലെ third one it is second one is euspongia, third one is spongilla. Okay, ഇനി ഇതിനകത്ത് സൈക്കോണിന് സ്കൈഫ എന്ന് പറയാം. അതേപോലെ തന്നെ യൂസ്പോഞ്ചിയയ്ക്ക് നമുക്ക് ബാത്ത് സ്പോഞ്ച് എന്ന് റെപ്രസെന്റ് ചെയ്യാം. യൂസ്പോഞ്ചിയാണ് ബാത്ത് സ്പോഞ്ച് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി സ്പോഞ്ചില്ല എന്ന് പറയുന്ന ഫ്രഷ് വാട്ടർ സ്പോഞ്ചസ് ആണ്. നമ്മൾ പറഞ്ഞു ഈ ആനിമൽസ് മറൈൻ ഹാബിറ്റാറ്റിലാണ്, ജനറലി അത് മറൈൻ ഹാബിറ്റാറ്റിലാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പൊ സ്പോഞ്ചില്ല എന്ന് പറയുന്ന ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിൽ കാണുന്ന അതൊരു എക്സെപ്ഷൻ ആണ്, ഓർത്തിരുന്നോളാം കേട്ടോ. ഇനി ദീസ് ഓർഗാനിസംസ് പ്രിമിറ്റീവ് മൾട്ടിസെല്ലാർ ആനിമൽസ് ആണ്. മൾട്ടിസെല്ലാർ ആനിമൽസിലെ ഏറ്റവും ലോ ലെവലിലുള്ള ഓർഗാനിസം ആണ് സ്പോഞ്ചസ് എന്ന് പറയുന്നത്. അവർക്ക് സെല്ലുലാർ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ്. അവരെ ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യുന്ന സെൽ അഗ്രിഗേറ്റ് ആണ്. ഒരു കൂട്ടം സെൽസ് ആണ് അവരെ ഫംഗ്ഷൻസ് ചെയ്യുക. അവിടെ ഡിവിഷൻ ഓഫ് ലേബർ ഓരോ സെല്ലിന് ഓരോ ഫംഗ്ഷൻ ആയിട്ടാണ് കേട്ടോ. ഇവിടെ ടിഷ്യൂസ് അഗ്രിഗേറ്റ് ചെയ്ത് സെൽസ് അഗ്രിഗേറ്റ് ചെയ്ത് ഒരു ടിഷ്യൂ ആയിട്ടൊന്നും മാറുന്നില്ല, സെൽസ് തന്നെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ സ്പോഞ്ചസിന് വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കനാൽ സിസ്റ്റം ഉണ്ട് കേട്ടോ. വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കനാൽ സിസ്റ്റം സ്പോഞ്ചസിൽ കാണാം. സ്പോഞ്ചസിന്റെ ഉള്ളിലേക്ക് വെള്ളം എൻ്റർ ചെയ്യുന്നത് മൈന്യൂട്ട് പോഴ്സ് ആയിട്ടുള്ള ഓസ്റ്റിയ വഴിയാണ്. അത് കാണുന്ന ബോഡി വോളിലാണ്. കണ്ടതാ ഇവിടെ ഞാൻ ഈ വരച്ചു വെച്ചേക്കുന്നത് ഇതൊരു ഓസ്റ്റിയ, അങ്ങനെ കുറെ ഓസ്റ്റിയാസ് നമുക്ക് ഈ ബോഡി സർഫസിൽ കാണാം. ഇതുവഴിയാണ് എന്ത് കയറുന്നത്? വെള്ളം ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഇതൊരു അക്വാറ്റിക് ഓർഗാനിസം ആണല്ലോ. അപ്പൊ വെള്ളം ഈ ഓസ്റ്റിയ വഴി ഇതിന്റെ ഉള്ളിലേക്ക് കയറും. ഓക്കെ, ആ വെള്ളം വരുന്നത് സെൻട്രൽ ക്യാവിറ്റിയിലേക്കാണ്. ഓക്കെ, ബോഡി വോളിലുള്ള ഓസ്റ്റിയ വഴി കയറുന്ന വെള്ളം സെൻട്രൽ ക്യാവിറ്റിയിലേക്കാണ് വരുന്നത്. ഇതാണ് സെൻട്രൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഈ സെൻട്രൽ ക്യാവിറ്റിക്ക് സ്പോഞ്ചോസീൽ എന്ന് പറയും. ഓക്കെ, ഈ സ്പോഞ്ചോസീലിൽ നിന്ന് ഈ വെള്ളം പുറത്തേക്ക് പോകുന്നത് ഏത് വഴിയാണ്? ഓസ്കുലം വഴിയാണ് വെള്ളം പുറത്തേക്ക് പോകുന്നത്. ഓസ്കുലം എന്ന് പറയുന്ന ഒരു സിംഗിൾ ഓപ്പണിംഗ് ആണ് കേട്ടോ. ഈ പാത്വേ, ഈ വാട്ടറിന്റെ ഈ ട്രാൻസ്പോർട്ട് പാത്വേ ഫുഡ് ഗ്യാതറിങ്ങിനും റെസ്പിറേറ്ററി എക്സ്ചേഞ്ചിനും റിമൂവൽ ഓഫ് വേസ്റ്റിനും ഒക്കെ സഹായിക്കും. ഓക്കെ, ഫുഡ് ഗ്യാതറിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ കയറുന്ന വെള്ളത്തിന്റെ ഉള്ളിലുള്ള ഫുഡൊക്കെ ഇതിന്റെ ഉള്ളിൽ ഉള്ള സെൽസിന് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ ഓക്സിജൻ, വെള്ളത്തിലുള്ള ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജൻ ഈ സെൽസിന് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. അതേപോലെ ഇവര് റെസ്പിറേഷൻ കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഡയറക്റ്റ് ആയിട്ട് വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യാം. എക്സ്ക്രീറ്ററി വേസ്റ്റും ഡയറക്റ്റ് ആയിട്ട് വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യാം. ഇതെല്ലാം കൂടെ പുറന്തള്ളപ്പെടും ത്രൂ ദ ഓസ്കുലം വഴി അത് പുറത്തേക്ക് പൊയ്ക്കോളും. അതുകൊണ്ട് തന്നെ ഈ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ കനാൽ സിസ്റ്റം വന്നിട്ട് ഫുഡ് ഗ്യാതറിങ്ങിനും റെസ്പിറേറ്ററി എക്സ്ചേഞ്ച്, അതായത് ഓക്സിജൻ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കളയാൻ വേണ്ടിയിട്ടും റിമൂവൽ ഓഫ് വേസ്റ്റിന്റെ റിമൂവലിനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നത്. കൊയാനോസൈറ്റ് അല്ലെങ്കിൽ കോളാർ സെൽസ്, കൊയാനോസൈറ്റ് ആണ് ഈ ഫ്ലാജലേറ്റഡ് സെൽസ് കേട്ടോ. ബൈഫ്ലാജലേറ്റഡ് സെൽസ് ആണ് കൊയാനോസൈറ്റ് എന്ന് പറയുന്നത്. ഈ കൊയാനോസൈറ്റ് അല്ലെങ്കിൽ കോളാർ സെൽസ് ആണ് സ്പോഞ്ചോസീലിനെ ലൈൻ ചെയ്തേക്കുന്നത്. അതേപോലെ കനാലിന് സ്പോഞ്ചോസീലിനൊക്കെ ലൈൻ ചെയ്ത് കാണുന്നത്. സ്പോഞ്ചോസീൽ എന്ന് പറയുന്ന ചെറിയ ചെറിയ കനാൽ സിസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വലിയ ക്യാവിറ്റിനെ ചെറിയ ചെറിയ കനാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് കനാൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പോഞ്ചോസീലിനെയും കനാലിനെയും സറൗണ്ട് ചെയ്തിട്ട് നമുക്ക് കോളാർ സെൽസ് അല്ലെങ്കിൽ കൊയാനോസൈറ്റ് കാണാം. ഡൈജഷൻ ഇവർക്ക് ഇൻട്രാസെല്ലാർ ഡൈജഷനാണ്. കാരണം എന്താ? ഈ വെള്ളത്തിന്റെ ഉള്ളിലുള്ള ന്യൂട്രിയൻസിനെ നേരെ സെല്ല് എടുക്കുകയാണ് ചെയ്യുക. ആ സെല്ലിന്റെ ഉള്ളിൽ വെച്ചാണ് അതിനെ ഡൈജസ്റ്റ് ചെയ്യിച്ച് അതിന് വേണ്ട സിമ്പിൾ മോളിക്യൂൾസിനെ വീണ്ടും
റെസ്പിറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അവിടെ. അതായത് ഇപ്പൊ നമ്മുടെ ബോഡിയിലാണെങ്കിൽ ഡൈജഷൻ നടക്കുന്ന ഡൈജസ്റ്റീവ് ട്രാക്റ്റിലാണ്. സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യും. ആ ഗ്ലൂക്കോസ് റെസ്പിറേഷൻ നടന്ന് നമ്മൾ എനർജി ഉണ്ടാക്കും. അതേപോലെ തന്നെ ഈ ഓർഗാനിസത്തില് ഇത് സെല്ലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എൻസൈം റിലീസ് ചെയ്ത് ഈ ക്യാവിറ്റിയിലല്ല അത് ഡൈജസ്റ്റ് ചെയ്യുന്നത്. ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്, സെല്ലിന്റെ ഉള്ളിലാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. സെല്ലിന്റെ പുറത്താണെങ്കിൽ ഇന്റർ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറഞ്ഞേനെ, അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറഞ്ഞേനെ കേട്ടോ. ഇവിടെ പറഞ്ഞേക്കുന്ന ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്നാണ്. അതുകൊണ്ട് ഈ ഫുഡ് പാർട്ടിക്കിൾസ് സെല്ലിന്റെ ഉള്ളിലേക്ക് എടുത്ത് സെല്ലിന്റെ ഉള്ളിൽ വെച്ച് ഡൈജസ്റ്റ് ചെയ്ത് ആ സിമ്പിൾ ഫുഡിനെയാണ് റെസ്പിറേഷന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനെ ബോഡീനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു സ്കെലിറ്റൻ ഉണ്ട്. ആ സ്കെലിറ്റൻ സ്പിക്യൂൾ അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ് ആണ് കേട്ടോ. ഈ ബോഡീനെ സപ്പോർട്ട് ചെയ്തിട്ട് സ്പിക്യൂൾ അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ് നമുക്ക് കാണാൻ കഴിയും. അത് കാണുന്നത് ദാ ഇവിടെ ഈ നമ്മളിപ്പോൾ കാര്യം ഡിപ്ലോബ്ലാസ്റ്റിക് അല്ല എന്നൊക്കെ പറഞ്ഞാലും ഈ കൊയാനോസൈറ്റിന്റെ പുറത്ത് കുറച്ച് സെല്ലുലാർ ക്യാവിറ്റി ഉണ്ട്. അതായത് ഈ എന്താ പറയാ സ്പോഞ്ചിൻ ഫൈബേഴ്സ് അല്ലെങ്കിൽ സ്പിക്യൂൾസ് ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്ന ആ ഒരു റീജിയൻ ഉണ്ട്. അതാണ് അതിന്റെ സ്കെലിറ്റൻ എന്ന് പറയുന്നത്. അതാണ് അതിന് ശരിക്കും ഷേപ്പ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ബോഡി സപ്പോർട്ട് ചെയ്യുന്നത് ഒരു സ്കെലിറ്റൻ ആണ്, ദാറ്റ് ഈസ് സ്പിക്യൂൾ ഓർ സ്പോഞ്ചിൻ ഫൈബേഴ്സ്. ഈ സ്പിക്യൂൾ അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ് നമ്മൾ ഈ മേലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ബാത്ത് സ്പോഞ്ച് ആയിട്ട് യൂസ് ചെയ്യില്ലേ, അത് ഇതിന്റെ സ്കെലിറ്റൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഈ തരത്തിലുള്ള ഓർഗാനിസംസ് ഹെർമാഫ്രോഡൈറ്റ് ആണ് കേട്ടോ. ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയുന്നത് എന്താ, സെക്സസ് സെപ്പറേറ്റ് അല്ലാത്ത മൊണീഷ്യസ് ടൈപ്പ് ബൈസെക്ഷൽ ഓർഗാനിസംസ് ആണ്. ഒരു സിംഗിൾ ഓർഗാനിസത്തിൽ നിന്ന് തന്നെയാണ് അതിന്റെ എഗ്ഗും സ്പേമും എല്ലാം റിലീസ് ചെയ്യുന്നത്. അതായത് എഗ്ഗും സ്പേമും റിലീസ് ചെയ്യുന്ന ഒരേ ഓർഗാനിസത്തിൽ നിന്ന് തന്നെയാണ്. സ്പോഞ്ചസ് അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്പോഞ്ചസ് അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രാഗ്മെന്റേഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്റേണൽ ബഡ്ഡിംഗ് വഴി സ്പോഞ്ചസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്റേണൽ ബഡ്ഡിംഗ് ദാറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ സ്പോഞ്ചസ്. ഇന്റേണൽ ബഡ്ഡിംഗ് വഴി അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് സ്പോഞ്ചിൽ. അവിടെ ഇന്റേണൽ ബഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ജെമ്യൂൾ. ഓക്കെ, ജെമ്യൂൾ എന്നാണ് അതിന്റെ ഇന്റേണൽ ബഡിന് പറയുന്ന പേര്, GEMULE. ഓക്കെ, അപ്പൊ അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രാഗ്മെന്റേഷനോ അല്ലെങ്കിൽ ഇന്റേണൽ ബഡ് ഫോർമേഷനോ കൊണ്ടാണ്. സെക്ഷലി അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായി. അത് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഇന്റേണൽ ആണ് കേട്ടോ. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ അതിന്റെ ബോഡിയുടെ ഉള്ളിൽ തന്നെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. പിന്നെ ഈ ഓർഗാനിസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഹെർമാഫ്രോഡൈറ്റ് ആണെങ്കിലും ബൈസെക്ഷൽ ഓർഗാനിസം ആണെങ്കിലും ഇത് ക്രോസ് ഫെർട്ടിലൈസേഷനാണ് നടത്തുന്നത്. അതായത് ഈ ഓർഗാനിസം അതിന്റെ തന്നെ സ്പെർമുമായിട്ട്, അതായത് ആ ഓർഗാനിസത്തിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത എഗ്ഗും സ്പെർമും തമ്മിൽ ഒരിക്കലും ഫ്യൂസ് ചെയ്യില്ല. അത് എന്താന്ന് വെച്ചാൽ അവർക്ക് എഗ്ഗും സ്പെർമും ഒരേ സമയത്തല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യം അതിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗാ, പ്രോട്ടോഗൈനസ് കണ്ടീഷനാണ് ഇവർ കാണിക്കുന്നത്. ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗാണ്. എന്നിട്ട് ആ എഗ്ഗ് ഫെർട്ടിലൈസ് ചെയ്യാൻ പാകത്തിന് സ്പേം അവർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്ക് എവിടുന്ന സ്പേം കിട്ടുന്നതെന്ന് അറിയോ? സ്പേം ശരിക്കും പറഞ്ഞാൽ വേറെ സ്പോഞ്ചസ് വാട്ടറിലേക്ക് റിലീസ് ചെയ്ത സ്പേം ഈ വാട്ടർ ഇതിന്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് ആ സ്പേം ഇതിന്റെ ഉള്ളിൽ കയറിയും ആ സ്പേമുമായിട്ട് എഗ്ഗ് ഈ ബോഡിയുടെ ഉള്ളിൽ വെച്ച് ഫ്യൂസ് ചെയ്യുകയും ചെയ്യും. അതാണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ക്രോസ് ഫെർട്ടിലൈസേഷൻ ആണ് ഇവർക്ക് നടക്കുന്നത്. പ്രോട്ടോഗൈനസ് കണ്ടീഷനാണ്. അതായത് ഫസ്റ്റ് ഗൈനി, അതായത് എഗ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക. പ്രോട്ടോഗൈനസ് കണ്ടീഷൻ. ഓക്കെ, പ്രോട്ടോഗൈനസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എഗ്ഗ് ആദ്യം ഡെവലപ്പ് ചെയ്യും, അതിന് പാകത്തിന് സ്പേം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ആ എഗ്ഗിന് ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേം വരുന്നത് ഈ വെള്ളത്തിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള വേറെ സ്പോഞ്ചിന്റെ സ്പേം ഈ വെള്ളത്തിൽ നിന്ന് ഇതിന്റെ ഉള്ളിലേക്ക് സ്പോഞ്ചിന്റെ സ്പേം മാത്രമായിട്ടാട്ടോ ഫ്യൂസ് ചെയ്യുള്ളൂ. അതും അതേ ഗ്രൂപ്പിൽ പെട്ട സ്പോഞ്ചിന്റെ സ്പേം മാത്രമായിട്ടാണ് ഇത് എഗ്ഗ് ഫ്യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വെച്ച് അത് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കും. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടന്ന് അത് ഡെവലപ്മെന്റ് നടക്കുന്ന ഇൻഡയറക്റ്റ് വേയിൽ, അതായത് ലാർവൽ സ്റ്റേജ് വഴിയാണ്. ഈ ലാർവയ്ക്ക് അഡൽട്ട് ഓർഗാനിസമായിട്ട് സാമ്യം ഉണ്ടാവില്ല. അത് മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അഡൽട്ട് ഓർഗാനിസത്തിൽ നിന്ന് മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും അതിന്റെ ലാർവൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിന്റെ ലാർവ ഏതൊക്കെ തരത്തിലുള്ളതായിരിക്കും അറിയാം? ഈ സൈക്കോണിൽ കാണുന്ന ലാർവയ്ക്ക് ആംഫിബ്ലാസ്റ്റുല എന്ന് പറയാം. ഓക്കെ, സൈക്കോണിൽ കാണുന്ന ലാർവയാണ് ആംഫിബ്ലാസ്റ്റുല. ഓക്കെ, അതേപോലെ വേറെ തരത്തിലുള്ള ലാർവയും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പാരൻകൈമുല.
ഓക്കെ, അപ്പൊ രണ്ട് ലാർവൽ സ്റ്റേജ് ഇവർ കാണിക്കുന്നുണ്ട്, ആംഫിബ്ലാസ്റ്റുലയും പാരൻകൈമുലയും. ഇത് ഓരോ ഓർഗാനിസത്തിൽ കാണുന്നതല്ല, പലതരത്തിലുള്ള സ്പോഞ്ചസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ആംഫിബ്ലാസ്റ്റുല സൈക്കോണിലാണെങ്കിൽ പാരൻകൈമുല ല്യൂക്കോസൊളീനിയയിലാണ്. അത്രയും ഡീപ്പായിട്ട് നമുക്ക് ബോർഡ് എക്സാമിന് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫൈലം പോറിഫെറയെ കുറിച്ച് നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഫൈലം പോറിഫെറ എന്ന് പറയുന്നത് സ്പോഞ്ചസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫൈലമാണ് ഫൈലം പോറിഫെറ. ജനറലി അത് മറൈൻ ഹാബിറ്റാറ്റിൽ കാണുന്നതാണ്. അതിന്റെ ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിൽ കാണുന്ന സ്പോഞ്ചില്ലയാണ്. സിമെട്രിക്കൽ ആനിമൽസ് ആണ് മോസ്റ്റ്ലി അത്. അതേപോലെ പ്രിമിറ്റീവ് മൾട്ടി സെല്ലുലാർ ആനിമൽസ്, ആനിമൽസിൽ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ളതാണ്. അതേപോലെ സെല്ലുലാർ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ വി ക്യാൻ സീ ഇൻ സ്പോഞ്ചസിന് ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ കനാൽ സിസ്റ്റം ഈസ് പ്രസന്റ്. വാട്ടർ എൻറ്റേഴ്സ് ത്രൂ ദ മൈന്യൂട്ട് സ്പോർസ് called as minute pores. ഞാൻ എപ്പോഴും സ്പോർസ് എന്ന് അറിയാതെ പറയുന്ന കേട്ടോ. മൈന്യൂട്ട് പോഴ്സ് കോൾഡ് ആസ് ഓസ്റ്റിയ. ഓസ്റ്റിയ ബോഡി വോളിലാണ് കാണുന്നത്. ആ ഓസ്റ്റിയ വഴി വെള്ളം ഉള്ളിലേക്ക് സെൻട്രൽ ക്യാവിറ്റിയിലേക്ക് കയറും. സോ ഓസ്റ്റിയ ഇൻ ദ ബോഡി വാൾ, ഇൻ ടു ദ സെൻട്രൽ ക്യാവിറ്റി ദ വാട്ടർ എൻറ്റേഴ്സ് ടു ദ സ്പോഞ്ചോസീൽ. വാട്ടർ ക്യാവിറ്റി ഈസ് കോൾഡ് ആസ് സ്പോഞ്ചോസീൽ. ഫ്രം വെയർ ഇറ്റ് ഗോസ് ഔട്ട് ത്രൂ ദ ഓസ്കുലം. ഈ ഓസ്കുലം വഴിയാണ് അത് പുറത്തേക്ക് പോകുന്നത്. ദിസ് പാത്വേ ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഫുഡ് ഗ്യാദറിംഗ്, റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് ആൻഡ് റിമൂവൽ of waste. Choanocytes or collar cells line the spongocoel and the canals. The cells present in the spongocoel choanocyte അല്ലെങ്കിൽ collar cells കേട്ടോ. Digestion is intracellular. Body is supported by a skeleton made up of spicule or spongin fibers. Sexes are not separate, so they are hermaphrodite or monoecious or bisexual organism. Eggs and sperms are produced by the same individual. Sponges reproduce asexually by fragmentation and internal budding, and sexually by formation of gametes. Fertilization is internal and development is indirect through certain larval stages. Here the larva Amphiblastula in cycon, Parenchyma in Leucosolenia. Okay, Amphiblastula, Parenchyma രണ്ട് ലാർവയുടെ പേര് ഓർത്തൊന്നിരുന്നാൽ മതി കേട്ടോ. Indirect development through the larval stage. When we see larva, it is not morphologically similar to the adult. It is morphologically distinct to the adult organism. Okay, an example for this porifera is cycon. Cycon is also called as Scypha. Then Euspongia. Euspongia is also called as bath sponge. Spongilla is also called as freshwater sponges. അപ്പോൾ ഇത് ഓർത്തിരുന്നോളണം, ഫൈലം പോറിഫെറ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ആനിമൽ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഫൈലം സീലന്ററേറ്റ അല്ലെങ്കിൽ നൈഡേറിയ നോക്കാം. നെക്സ്റ്റ് ഫൈലം നമ്മൾ പഠിക്കുന്ന ഫൈലം സീലന്ററേറ്റ അല്ലെങ്കിൽ നൈഡേറിയ ആണ് കേട്ടോ. ഈ ഫൈലത്തിൽ വരുന്ന ഓർഗാനിസംസ് അക്വാറ്റിക് ഓർഗാനിസംസ് ആണ്, മോസ്റ്റ്ലി മറൈൻ ഓർഗാനിസംസ് ആണ്. സെസൈൽ ഓർഗാനിസം എന്ന് പറയുന്ന നോൺ മോട്ടൈൽ ഓർഗാനിസം, അത് എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്ത് കാണുന്ന ഓർഗാനിസം ആണ് സെസൈൽ ഓർഗാനിസം കേട്ടോ. അതേപോലെ ഫ്രീ സ്വിമ്മിംഗ് ഓർഗാനിസംസും ഉണ്ട് ഇവരുടെ ഗ്രൂപ്പിൽ. അതേപോലെ ദേ വിൽ ഷോ റേഡിയലി സിമെട്രിക്കൽ ആനിമൽസ്. റേഡിയലി സിമെട്രി ആണ്, കണ്ട അതാ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. അതുപോലെ ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈക്വൽ 2 halves ഇട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം, പക്ഷെ ഡിവിഷൻ ഹാസ് ടു പാസ് ത്രൂ ദ സെന്റർ. അത്രയേ ഉള്ളൂ. ഏത് പ്ലെയിനിൽ വേണമെങ്കിലും ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ ഡിവൈഡ് ചെയ്താലും ഇങ്ങനെ ഡിവൈഡ് ചെയ്താലും ഇങ്ങനെ ഡിവൈഡ് ചെയ്താലും ഇങ്ങനെ ഡിവൈഡ് ചെയ്താലും എങ്ങനെയാണെങ്കിലും ഡിവിഷൻ ഹാസ് ടു പാസ് ത്രൂ ദ സെന്റർ. അത് റേഡിയലി സിമെട്രിക്കൽ ഓർഗാനിസംസ് ആണ്. ഈ നൈഡേറിയ എന്ന ആ ഒരു പേര് ഡിറൈവ് ചെയ്ത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ നൈഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നൈഡോസൈറ്റ് എന്ന ഒരു സ്പെഷ്യൽ സെൽസ് ഉണ്ട് ഇവർക്ക്. ഈ നൈഡോസൈറ്റ് അല്ലെങ്കിൽ നൈഡോബ്ലാസ്റ്റ് പ്രസന്റ് ആയിട്ടുള്ളത് ഈ പറയുന്ന ടെന്റാക്കിൾ ഉണ്ടല്ലോ, ഈ കാണുന്ന ടെന്റാക്കിൾസ് ഇല്ലേ, ആ ടെന്റാക്കിൾസിൽ കാണുന്ന സ്പെഷ്യൽ സെല്ലാണ് നൈഡോസൈറ്റ് അല്ലെങ്കിൽ നൈഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഈ നൈഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നൈഡോസൈറ്റിൽ കാണുന്ന ഒരു സെൽ ഓർഗനലാണ് ഈ പറയുന്ന സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ നെമാറ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ നെമാറ്റോസിസ്റ്റ് എന്ന് പറയുന്നത് ടെന്റാക്കിളിൽ കാണുന്ന നൈഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നൈഡോസൈറ്റ് കൊണ്ടാണ് ഇതിന് നൈഡേറിയ എന്ന പേര് വന്നത്. ഈ നൈഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നൈഡോസൈറ്റിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ നെമാറ്റോസിസ്റ്റ്. നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഒരു സെൽ ഓർഗനൽ എന്ന് പറയാം ഈ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ നെമാറ്റോസിസ്റ്റിനെ. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ, ഈ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂള് അല്ലെങ്കിൽ നെമാറ്റോസിസ്റ്റ് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ പ്രേ ക്യാപ്ചറിങ്ങിന് വേണ്ടിയിട്ട്, അത് അതിന്റെ ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ.
അതേപോലെ തന്നെ ഈ നൈഡോബ്ലാസ്റ്റിന്റെ ഉള്ളിൽ, ഈ നെമാറ്റോസിസ്റ്റിന്റെ ഉള്ളിൽ ഒരു ത്രെഡ് പോലത്തെ സ്ട്രക്ചർ ഉണ്ട്. ഈ ത്രെഡ് പോലത്തെ സ്ട്രക്ചറിന്റെ അറ്റത്ത് ചൂണ്ട പോലത്തെ ഒരു കൊളുത്തുണ്ടാവും. അപ്പൊ വേറെ പ്രേസിനെയൊക്കെ അറ്റാക്ക് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നൈഡോബ്ലാസ്റ്റ് വർക്ക് ചെയ്യുക. നൈഡോബ്ലാസ്റ്റിന്റെ ഉള്ളിലുള്ള നെമാറ്റോസിസ്റ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോയിസണും അതേപോലെ തന്നെ അതിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു ചൂണ്ടക്കൊളുത്ത് പോലത്തെ, നൂലിന്റെ അറ്റത്ത് ഇരിക്കുന്ന ഒരു ചൂണ്ടക്കൊളുത്ത് പോലത്തെ സാധനവും കൂടി കൂടിയിട്ടാണ് അവർ പ്രേനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് ടെന്റാക്കിൾസിലാണ് കാണുന്നത്. അവരുടെ ബോഡിയുടെ ടെന്റാക്കിൾസും അതുപോലെ തന്നെ ബോഡിയിലൊക്കെ ആയിട്ടാണ് ഈ പറയുന്ന നൈഡോബ്ലാസ്റ്റ് കാണുന്നത്, അല്ലെങ്കിൽ നൈഡോസൈറ്റ് കാണുന്നത്. ഓക്കെ, ഈ നൈഡോബ്ലാസ്റ്റ് ആങ്കറേജിന് വേണ്ടിയിട്ടും ഡിഫൻസിനും അതുപോലെ ക്യാപ്ചറിങ് ദ പ്രേ, ഇത് ആങ്കറേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. എവിടെയെങ്കിലും പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട് ഈ നൈഡോബ്ലാസ്റ്റ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു, ഈ ടെന്റാക്കിളിന് ഒരു ഗ്രിപ്പ് കൊടുക്കുന്ന നൈഡോബ്ലാസ്റ്റ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് അത് ആങ്കർ എവിടെയെങ്കിലും പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഡിഫൻസ് മെക്കാനിസത്തിന്, വേറൊരു ഓർഗാനിസത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ ഈ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യോ അല്ലെങ്കിൽ ഈ പറയുന്ന ആ നൂലിന്റെ അറ്റത്തിരിക്കുന്ന ചൂണ്ടക്കൊളുത്തൊക്കെ ഇട്ടിട്ട് എങ്ങനെയെങ്കിലും അതിന്റെ എനിമിന്ന് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടും അത് യൂസ് ചെയ്യും. അതുപോലെ തന്നെ പ്രേ ക്യാപ്ചറിങ്ങിന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഫിഗർ 4.7 കാണിക്കുന്നത് ഈ നൈഡോബ്ലാസ്റ്റിന്റെ ഒരു ഡയഗ്രാണ്. കണ്ടോ, നൈഡോബ്ലാസ്റ്റിന്റെ ഉള്ളിലിരിക്കുന്ന നെമാറ്റോസിസ്റ്റ് ആണ് ഈ കാണുന്നത്. ഈ നെമാറ്റോസിസ്റ്റിന്റെ ഉള്ളിൽ ടോക്സിൻ ഉണ്ട്. അതേപോലെ തന്നെ ഇതേ കണ്ടോ, ഒരു നൂല് പോലെ ഒരു സാധനം കണ്ടോ, ഇതിന്റെ അറ്റത്തുള്ളത് ഒരുതരം ചൂണ്ടക്കൊളുത്ത് പോലത്തെ സാധനമാണ്. അപ്പൊ ഇത് പുറത്തേക്ക് ഇട്ടിട്ട് വേറൊരു ഓർഗാനിസത്തിന്റെ മേലെ കൊളുത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രൈസിനെയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് മതി. വലിയ വലിയ മീനുകളെ ക്യാപ്ചർ ചെയ്യാന്നല്ല കേട്ടോ, ഇത് വളരെ ചെറിയ ഓർഗാനിസം ആണ്. അപ്പൊ കുഞ്ഞ് ക്രസ്റ്റേഷ്യൻസ് ഒക്കെയാണ് ഇത് തിന്നുന്നത്. അതായത് ചെറിയ ചെറിയ ഓർഗാനിസംസ്, അതായത് വളരെ ചെറിയ ക്രസ്റ്റേഷ്യൻസ്, അതായത് സൈക്ലോപ്സ്, ഡാഫ്നിയ അങ്ങനെയൊക്കെ പറഞ്ഞ ചെറിയ ക്രസ്റ്റേഷ്യൻസിനെയാണ് ഇത് തിന്നുന്നത്. അത് കാർണിവോറാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഓർഗാനിസത്തിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഈ ത്രെഡ് പോലത്തെ സ്ട്രക്ചറൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ നൈഡേറിയൻസ് ടിഷ്യൂ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ കാണിക്കുന്ന ഓർഗാനിസം ആണ്. അവർ ഡിപ്ലോബ്ലാസ്റ്റിക് ടൈപ്പ് ഓഫ് ബോഡി സിമെട്രി, ബോഡി ഓർഗനൈസേഷൻ ആണ് അവരുടെ. അതായത് ഡിപ്ലോബ്ലാസ്റ്റിക് എക്ടോഡേം എൻഡോഡേം ഉണ്ടാവും. അതിന്റെ സെന്ററിലായിട്ടൊരു മീസോഗ്ലിയ ലെയർ, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ആ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, മീസോഗ്ലിയ ലെയർ ദാറ്റ് വിൽ ആക്ട് ആസ് എ ഹൈഡ്രോസ്കെലിറ്റൻ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിനൊരു സെൻട്രൽ ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റി ഉണ്ട്. അതിനൊരു സിംഗിൾ ഓപ്പണിംഗ് ഉള്ളൂ, അതാണ് മൗത്ത് എന്ന് പറയുന്നത്. മൗത്ത് കാണുന്ന ഹൈപ്പോസ്റ്റോമിലാണ് കണ്ടത്. ഈ ഒരു ഇതിനെയാണ് ഹൈപ്പോസ്റ്റോം എന്ന് പറയുന്നത്. ആ ഹൈപ്പോസ്റ്റോമിന്റെ സെന്ററിലായിട്ടാണ് എന്ത് കാണുക, മൗത്ത് കാണുക. ഓക്കെ, ഡൈജഷൻ നടക്കുന്ന, എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കാം, ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കാം. അതായത് ഫുഡ് ക്യാപ്ചർ ചെയ്ത് ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് വന്നിട്ട് ഈ സെൻട്രൽ ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റിയിലേക്ക് സെക്രീറ്റ് ചെയ്യും. അവിടെ വെച്ച് ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ സെല്ലിന്റെ ഉള്ളിലേക്ക് എടുത്തതിന് ശേഷവും ഡൈജഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ സെല്ലുലാർ, സെല്ലിന്റെ പുറത്തും സെല്ലിന്റെ ഉള്ളിൽ വെച്ചും ഡൈജഷൻ നടക്കുന്നുണ്ട് നൈഡേറിയൻസിന്റെ ഗ്രൂപ്പിൽ. പൊറിഫെറയിലാണെങ്കിലോ ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ മാത്രമാണ് നടക്കുന്നുള്ളൂ കേട്ടോ. ചില നൈഡേറിയൻസ്, എക്സാമ്പിൾ കോറൽസ് ഒക്കെ, അതിന് സ്കെലിറ്റൻ ഉണ്ട്, കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുള്ള സ്കെലിറ്റൻ ഉണ്ട് ചില നൈഡേറിയൻസ് ലൈക്ക് കോറൽസ്. ഓക്കെ, നൈഡേറിയൻസ് രണ്ട് ബേസിക് ബോഡി പ്ലാൻ കാണിക്കുന്നുണ്ട്. ഒരു ബോഡി പ്ലാൻ അതിന്റെ പോളിപ്പ് ടൈപ്പ് ഓഫ് ബോഡി പ്ലാൻ ആണ്. പോളിപ്പ് ടൈപ്പ് ഓഫ് ബോഡി പ്ലാൻ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ സിലിണ്ടർ പോലെ ഇരിക്കുന്നത് അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് പോളിപ്പ് ടൈപ്പ് ഓഫ് ബോഡി പ്ലാൻ എന്ന് പറയുന്നത്. അതേപോലെ മെഡ്യൂസ ടൈപ്പ് ഓഫ് ബോഡി പ്ലാൻ ഉണ്ട്. അത് ഈ അംബ്രല പോലെ ഇരിക്കുന്ന മെഡ്യൂസ ടൈപ്പ് ഓഫ് ബോഡി പ്ലാനും കാണിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് പോളിപ്പ് ടൈപ്പ് ഓഫ് ബോഡി പ്ലാനിൽ നിന്ന് ഈ പോളിപ്പ് ടൈപ്പ് ഓഫ് ബോഡി പ്ലാൻ ഉള്ള ഓർഗാനിസം സെസൈലാണ്. അവര് മോട്ടൈലല്ല, അവർക്ക് ലോക്കോമോഷൻ ഇല്ല കേട്ടോ. അത് സിലിണ്ടറിക്കൽ ഫോമിലാണ് കാണുക. ഹൈഡ്ര, അഡാംസിയോ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഹൈഡ്രയും അഡാംസിയോ ഒക്കെ ഈ പോളിപ്പ് ടൈപ്പ് ഓഫ് നൈഡേറിയൻസിന് എക്സാമ്പിൾ ആണ്. അതേപോലെ അംബ്രല ഷേപ്ഡ് നൈഡേറിയൻസ് ഉണ്ട്. അത് ഫ്രീ സ്വിമ്മിംഗ് ആണ്. അത് സെസൈലല്ല, മോട്ടൈലാണ് കേട്ടോ. സെസൈലല്ല, മോട്ടൈലാണ്. അതിന് എക്സാമ്പിൾ ആണ് ഒറീലിയ അല്ലെങ്കിൽ ജെല്ലി ഫിഷ് എന്ന് പറയുന്നത്. അതിന് ജെല്ലി ഫിഷ് എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ഒറീലിയ എന്നും പറയും. കാരണം അത് ഇങ്ങനെ നീന്തി നടക്കുന്ന കാണുമ്പോൾ ഒരു ജെല്ല് പോലത്തെ ഒരു സ്ട്രക്ചറാണ്. അതുകൊണ്ടാണ് ജെല്ലി ഫിഷ് എന്ന് പറയാൻ കാരണം കേട്ടോ. ഈ നൈഡേറിയൻസ് രണ്ട് ഫോമിലും എക്സിബിറ്റ് ചെയ്യുന്ന ചില ഓർഗാനിസംസ്, അതായത് പോളിപ്പ് ഫോമിലും കാണും, മെഡൂസ ഫോമിലും കാണും. അപ്പൊ അങ്ങനെ കാണുന്ന ആ രണ്ട് ഫോമിലും കാണുന്ന ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നതിനെ മെറ്റാജനസിസ് എന്നാണ് പറയാ.
പോളിപ്പ് ഫോമിലുള്ള നൈഡേറിയൻസ് മെഡൂസ ഫോമിലുള്ള നൈഡേറിയൻസിനെ അസെക്ഷലി പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഈ പോളിപ്പ് ഫോം മെഡൂസേനെ അസെക്ഷലി പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഇതിന്റെ ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ മെഡൂസ ഫോമിലുള്ള നൈഡേറിയൻസിനെ മെഡൂസ സെക്ഷലി പോളിപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഈ മെഡൂസ വന്നിട്ട് അതായത് ഈ അംബ്രല ഷേപ്പുള്ള നൈഡേറിയൻസ് ഈ സിലിണ്ട്രിക്കൽ ഷേപ്പുള്ള നൈഡേറിയൻസിനെ അല്ലെങ്കിൽ പോളിപ്പ് ഫോമിനെ സെക്ഷുവലി പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഒക്കെ ഫ്യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗാനിസം ഈ തരത്തിലായിരിക്കും, അതായത് പോളിപ്പ് ഫോമിലായിരിക്കും. എക്സാമ്പിൾ ഫോർ ദിസ് ഈസ് ഒബീലിയ. ഒബീലിയാണ് മെറ്റാജനസിസ് കാണിക്കുന്ന ഒരു ഓർഗാനിസം കേട്ടോ. അതിനകത്താണ് ഈ പോളിപ്പും മെഡൂസനെയും മെഡൂസ പോളിപ്പിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന. പോളിപ്പ് മെഡൂസ സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അസെക്ഷലി ആണെങ്കിൽ മെഡൂസ പോളിപ്പിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്ഷലി ആയിരിക്കും. സെക്ഷൽ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ വഴിയായിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുക. ഇതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഫൈസേലിയ, that is also called as Portuguese man of war. Then Adamsia, it is also called as sea anemone. Pennatula, or it is also called as sea pen. Gorgonia, it is also called as sea fan. And Meandrina, it is also called as brain coral. ഈ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നൈഡേറിയൻസിനെ പറ്റിയിട്ട്. നൈഡേറിയൻസിന് ഓർത്തിരിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നൈഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറും അതേപോലെ നൈഡോസൈറ്റിൻ്റെ നെമാറ്റോസിസ്റ്റിൻ്റെ ഫംഗ്ഷനും നെമാറ്റോസിസ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ പോളിപ്പ് ഫോമും മെഡൂസ ഫോമും ഓർത്തിരിക്കണം. ഇതിൻ്റെ ഒന്നും ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ബോർഡ് ലെവലിൽ പഠിക്കേണ്ട. ഓക്കെ, സോ വി വിൽ ജസ്റ്റ് റീഡ് ഇറ്റ്. ഫൈലം സിലണ്ടറേറ്റ ഓർ നൈഡേറിയ. ദേ ആർ അക്വാറ്റിക്, മോസ്റ്റ്ലി മറൈൻ, സെസൈൽ ഓർ ഫ്രീ സ്വിമ്മിംഗ്, റേഡിയലി സിമെട്രിക്കൽ ആനിമൽസ്. The name Cnidaria is derived from the cnidoblast or cnidocyte, which contain the stinging capsule or nematocyst present on the tentacles and the body. Cnidoblasts are used for anchorage, defense and for the capture of prey. Cnidarians exhibit tissue level of organization and are diploblastic. They have a central gastrovascular cavity with a single opening mouth on hypostome. Digestion is extracellular and intracellular. Some of the cnidarians, example corals, have a skeleton composed of calcium carbonate. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ skeleton ഇല്ല. ചില cnidarians like കോറൽസ് പോലെ ഉള്ള നൈഡേറിയൻസിലാണ് കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുള്ള സ്കെലിറ്റൻ ഉള്ളത് കേട്ടോ. നൈഡേറിയൻസ് എക്സിബിറ്റ് ടു ബേസിക് ബോഡി പ്ലാൻ കോൾഡ് ആസ് പോളിപ്പ് ആൻഡ് മെഡൂസ. പോളിപ്പ് ഈസ് സിലിണ്ട്രിക്കൽ ഫോം. ദ ഫോർമർ ഈസ് എ സെസൈൽ ആൻഡ് സിലിണ്ട്രിക്കൽ ഫോം ലൈക്ക് ഹൈഡ്ര, അഡാംസിയ എക്സെട്ര, വെറാസ് ദ ലേറ്റർ ഈസ് അംബ്രല ഷേപ്ഡ് ആൻഡ് ഫ്രീ സ്വിമ്മിംഗ് ലൈക്ക് ഒറീലിയ ഓർ ജെല്ലി ഫിഷ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ അംബ്രല ഷേപ്പ് ഉള്ളത് ഒറീലിയ അല്ലെങ്കിൽ അതിന് ജെല്ലി ഫിഷ് എന്നാണ് പറയാം. Those cnidarians which exist in both form exhibit alternation of generation. Alternation of generation എന്ന് പറയുന്ന മെറ്റാജനസിസ് ആണ്. ദാറ്റ് ഈസ് പോളിപ്പ് പ്രൊഡ്യൂസസ് മെഡൂസ അസെക്ഷലി. ഒരു ഗ്രൂപ്പ് ഓർഗാനിസം തന്നെ രണ്ട് ജനറേഷനും കാണിക്കുന്നു. അതായത് ഒരു ഓർഗാനിസം തന്നെ രണ്ട് ജനറേഷൻ കാണിക്കുന്നു. സോ they will undergo both asexual and sexual reproduction. സെക്ഷൽ റിപ്രൊഡക്ഷനും അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടത്തും. അതാണ് പോളിപ്പ് മെഡൂസ അസെക്ഷലി പ്രൊഡ്യൂസ് ചെയ്യും. അതായത് സിലിണ്ട്രിക്കൽ ഫോമിലുള്ള പോളിപ്പിന്റെ ബോഡി സർഫസിൽ ഒരു ബഡ്, മെഡൂസയുടെ ഒരു ബഡ് ഉണ്ടായി. ആ ബഡ് പൊട്ടി ഒരു എന്താ പറയുക, ഒരു മെഡൂസ സ്ട്രക്ചർ, കംപ്ലീറ്റ് മെഡൂസ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അത് അസെക്ഷലി പ്രൊഡ്യൂസ് ചെയ്യുന്ന. അതേപോലെ തന്നെ മെഡൂസ ഫോമിൽ നിന്ന് ഈ ഗ്യാമീറ്റിന്റെ ഫ്യൂഷൻ വഴി, അതായത് ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് ഗ്യാമീറ്റിന്റെ ഫ്യൂഷൻ വഴി അത് പോളിപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. അത് സെക്ഷുവലിയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതിനൊരു എക്സാമ്പിളാണ് ഈ മെറ്റാജനസിസ് കാണിക്കുന്ന ഓർഗാനിസത്തിനൊരു എക്സാമ്പിളാണ് ഒബീലിയ എന്ന് പറയുന്നത് കേട്ടോ. അതിന് കുറേ എക്സാമ്പിൾസ്, ഈ നൈഡേറിയൻസിന് കുറെ എക്സാമ്പിൾസ് വിത്ത് ഓൾട്ടർനേറ്റ് ടേംസ് ഇറ്റ് ഹാസ് ഗിവൻ ആസ് ഫൈസേലിയ ഓർ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ, അഡാംസിയ ഓർ സീ ആനിമോൺ, പെന്നാറ്റുല ഓർ സീ പെൻ, ഗോർഗോണിയ ഓർ സീ ഫാൻ ആൻഡ് മീൻഡ്രീന ഓർ ബ്രെയിൻ കോറൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫൈലം നൈഡേറിയ അല്ലെങ്കിൽ സീലന്ററേറ്റ എന്ന് പറയുന്ന ഫൈലം. ഇനി നമുക്ക് നെക്സ്റ്റ് ഫൈലം ടീനോഫോറയാണ്. ദാറ്റ് വി വിൽ സ്റ്റഡി ഇൻ ദ നെക്സ്റ്റ് സെഷൻ. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ രണ്ട് ഫൈലംസ് ആണ് പഠിച്ചത്. ഈ രണ്ട് ഫൈലത്തിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ളത് പോറിഫറയും അതിൽ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ളത് നൈഡേറിയൻസ് ആണ്. പോറിഫറയിൽ സെല്ലുലാർ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണെങ്കിൽ നൈഡേറിയൻസിൽ ടിഷ്യൂ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ്. പോറിഫെലയിൽ സെൽ ആഗ്രിഗേറ്റ് ആണ് കാണുന്നതെങ്കിൽ ഇവിടെ എക്ടോഡേമും എൻഡോഡേമും കാണും. മീസോഗ്ലിയ ലെയർ ആയിരിക്കും. ഡിപ്ലോബ്ലാസ്റ്റിക് ടൈപ്പ് ഓഫ് ബോഡി ജേം ലെയേഴ്സ് ആണ് അവർക്ക് ഉണ്ടാവുക. അവിടെ മീസോഗ്ലിയ ലെയർ ഹൈഡ്രോസ്കെലിറ്റൻ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്.
അതേപോലെ തന്നെ പോറിഫറ അത് വന്നിട്ട് എന്താണ് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ തന്നെ അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെയും സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും രണ്ടും ഉണ്ട് കേട്ടോ. രണ്ട് തരത്തിലും ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് കമ്പയർ ചെയ്തും കൂടെ പഠിക്കുകയാണെങ്കിൽ വളരെ നൈഡേറിയൻസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുമ്പോൾ അതിന്റെ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അവർ ഡൈഷ്യസ് ഓർഗാനിസംസ് ആണ് കേട്ടോ. അതായത് യൂണിസെക്ഷൽ ഓർഗാനിസംസ് ആണ്. അത് ഒരു മെയിലിൽ നിന്ന് മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഓർഗാനിസത്തിൽ നിന്ന് ഫീമെയിൽ ഗ്യാമീറ്റും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് എന്താ പറയുക ക്രോസ് ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ, കാരണം അത് യൂണിസെക്ഷൽ ഓർഗാനിസം ആണ്. ഹെർമാഫ്രോഡൈറ്റ് അല്ല അവർ, സ്പോഞ്ചിലെ പോലെ അല്ലെങ്കിൽ പൊറിഫറെ പോലെ. അതുപോലെ ഫെർട്ടിലൈസേഷൻ വന്നിട്ട് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും ആവാം, ഇന്റേണൽ ഫെർട്ടിലൈസേഷനും ആവാം. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എഗ്ഗും സ്പേമും രണ്ടും വെള്ളത്തിലേക്ക് റിലീസ് ചെയ്ത് അവിടെ വെച്ചാണ് ഫ്യൂസ് ചെയ്യുക. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിന്റെ ബോഡിയുടെ ഉള്ളിലേക്ക് വെള്ളം എടുക്കുന്ന സമയത്ത് ആ വെള്ളത്തിലുള്ള സ്പേം എഗ്ഗുമായിട്ട് ഫീമെയിൽ ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഫ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ നടന്നാൽ ഉണ്ടാകുന്ന സൈഗോട്ട് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് സാധാരണ നടക്കുക. നമ്മൾ സ്പോഞ്ചിൽ പറഞ്ഞ പോലെ തന്നെ അവിടെയും ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് പറഞ്ഞു അല്ലേ, ലാർവൽ സ്റ്റേജ് വഴി. അതേപോലെ തന്നെ ഇവിടുത്തെ ലാർവൽ സ്റ്റേജ് എന്ന് പറയുന്ന പ്ലാനുല എഫൈറ, ഇതാണ് രണ്ട് ലാർവൽ സ്റ്റേജസ് വിച്ച് ഈസ് സീൻ ഇൻ നൈഡേറിയ. ഓക്കെ, ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കാത്ത കാര്യമാണ്. പക്ഷെ ഇവിടെ ഈ പോളി പ്രൊഡ്യൂസസ് മെഡൂസ സെക്ഷലി, മെഡൂസ പ്രൊഡ്യൂസസ് പോളിപ്പ് സെക്ഷലി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഈ മെഡൂസ പോളിപ്പിനെ സെക്ഷലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഗ്യാമീറ്റ് ഉണ്ടാക്കുന്നത്, അതൊക്കെ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആണ്. അതിന് നമ്മൾ ആൻസർ ചെയ്യാൻ റെഡി ആയിരിക്കണം. കാരണം എന്തെങ്കിലും അതിനെപ്പറ്റി ചോദിച്ചാൽ ഹൈഡ്രയുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതാ ഈ കാര്യം എഴുതി കഴിഞ്ഞാൽ ഹൈഡ്ര ഒരു ഡൈഷ്യസ് ഓർഗാനിസം അല്ലെങ്കിൽ നൈഡേറിയ ഒരു ഡൈഷ്യസ് ഓർഗാനിസം ആണെന്നും ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് പ്ലാനുല അല്ലെങ്കിൽ എഫൈറ ലാർവ വഴിയാണെന്നും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മുടെ ആൻസർ ഷീറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നവരെ വല്ലാതെ ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പെട്ടെന്ന് മാർക്ക് വീഴും കേട്ടോ. അപ്പൊ അത് ഈ ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ ദ NCERT ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഫൈലം സീലന്ററേറ്റ ഓർ നൈഡേറിയ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഫൈലം ടീനോഫോറയാണ് കേട്ടോ.